എല്ലാവർക്കും നമസ്കാരം. ജീനിയസ് ജംഗ്ഷൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ആനുകാലിക വിഷയങ്ങളെ പരിചയപ്പെടാം. മെയ് 18 മുതൽ 24 വരെയുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. 2025 ഇതിന്റെ പ്രമേയം ദ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയംസ് ഇൻ റാപ്പിഡ്ലി ചേഞ്ചിങ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. ഈ വർഷം ഫോബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായികതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഈ വർഷം UN കാലാവസ്ഥ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത് അരുണാഭ ഘോഷ്. ഇതിന്റെ വേദി ബ്രസീൽ ആണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ റേഡിയൻസ് കാരിയറ്റ്സ് എന്നാണ്. ഇന്റർനാഷണൽ ഫൈനാൻസ് കാൻസ് ആർട്സ് ബിനാലെയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് അനഘ നായർ. തിരഞ്ഞെടുക്കപ്പെട്ട 50 പേരിൽ ഒരാളാണ്. കേരളത്തിലെ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയാണ്. ഗോത്രവിഭാഗം കർഷകർക്കായി ഇന്ദിരാ സൗരഗിരി ജലവികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം തെലുങ്കാനയാണ്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അൾഷിമേഴ്സ് ബാധിതർ എന്നിവരുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച ഇലക്ട്രിക് ഉപകരണത്തിന്റെ പേര് കവച് എന്നാണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്.